ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മതസാഅത യാ ഹബീബല്ലാഹ്. ഓ ഹബീബായ നബിയേ, എന്താണ് നബിയേ ലോകം അവസാനിക്കുന്നത് എന്നാണ് നബിയേ. അപ്പോൾ നബി നമ്മളോട് ചോദിക്കുകയാണ്, മോനെ എന്താ നീ കരുതി വെച്ചിട്ടുള്ളത്? തങ്ങളെ എന്റെ കയ്യിലൊന്നുമില്ല, പക്ഷേ എന്നിലുള്ളത് തങ്ങളോടുള്ള പ്രണയമാണ്. അപ്പൊ നബി നമ്മൾ പറഞ്ഞത്, മോനെ നീ അമല് കൂട്ടിപ്പോ എന്നല്ല. ഹബീബായ നബി നമ്മൾ പറയുകയാണ്, മോനെ നീ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ നാളെ നിനക്ക് സ്വർഗത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയമുള്ളവരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കൊണ്ട് വിജയം കൈവരിച്ച മഹാന്മാരെത്ര പേരാണ്. അതേ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? ലോകഗുരുവായ ഹബീബായ തങ്ങളുടെ ചെരുപ്പെടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ മുന്നിട്ട് വിളിച്ച മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആമിലുൻ അലൈഹി റസൂലില്ലാഹ്. നബി നമ്മളുടെ ചെരുപ്പ് ചുമന്നുകൊണ്ട് അതാ സ്വർഗത്തിലേക്ക് കടക്കുന്ന മഹാനായ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പാദത്തിലൊന്ന് മുത്താൻ എനിക്ക് കിട്ടിയില്ല. ആ പാദം ധരിച്ച ചെരുപ്പൊന്ന് മുത്താൻ എനിക്കതും കിട്ടിയില്ല. പിന്നെ ഞാൻ ഇങ്ങനെയൊന്ന് ആലോചിച്ചു നോക്കി. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ചെരുപ്പിന്റെ രൂപത്തെ ഞാൻ വരച്ചു. യൂസുഫ് നബ്ഹാനി തങ്ങൾ പറയുകയാണ്, ഹബീബായ തങ്ങളുടെ ചെരുപ്പിന്റെ രൂപത്തെ ഞാൻ വരച്ചു. എന്നിട്ട് ആ തങ്ങളുടെ ചെരുപ്പിന്റെ ആ മാതൃകയിലേക്ക് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് സന്തോഷിച്ചു. എന്നിട്ട് മഹാനായ യൂസുഫ് നബ്ഹാനി തങ്ങൾ പറയുകയാണ്, സഈദ ബിൻ മസ്ഊദ് തങ്ങളുടെ ചെരുപ്പെടുത്തുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലേക്ക് കടന്നില്ലേ? എനിക്ക് ആ ചെരുപ്പ് കിട്ടിയില്ലല്ലോ. പകരം ഞാൻ ആ ചെരുപ്പ് വരച്ചിട്ട്, ആ ചെരുപ്പിന്റെ മാതൃക വരച്ചിട്ട് ഞാൻ വിജയിച്ചു എന്ന് മഹാനായ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതിനുശേഷം ഒരു ചരിത്രം സാദത്തുൽ ദാറൈൻ എന്ന് പറയുന്ന കിതാബിന്റെ 427-ാമത്തെ പേജിൽ കാണാം. യൂസുഫ് നബ്ഹാനി തങ്ങൾ പറയുകയാണ്, ശേഷം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. അപ്പോഴാണ് നബി തങ്ങളുടെ കയ്യിൽ 2 പേനയുണ്ട്, തങ്ങളുടെ കയ്യിൽ 2 പേനയുണ്ട്. ഞാൻ ചോദിച്ചു, നബിയേ എനിക്ക് ഒന്നിലും അതിൽ നിന്ന് ഒന്ന് എനിക്ക് തരുമോ നബിയേ? നബി തങ്ങളപ്പോ പറഞ്ഞു, ഇത് ശൈഖ് സഈദിനുള്ളതാണ്, ഇത് ശൈഖ് സഈദിനുള്ളതാണ്. ഞാൻ എന്റെ ഉസ്താദിനോട് ഈ കാര്യം വിവരിച്ചിട്ട് ഇതിന്റെ വ്യാഖ്യാനത്തെ ചോദിച്ചപ്പോ എന്റെ ഉസ്താദിനോട് പറഞ്ഞു, മോനെ നിങ്ങളല്ലേ പറഞ്ഞത്, നിങ്ങളല്ലേ പാടിയത് സഈദ് ബിൻ മസ്ഊദിന്റെ ഖിദ്മത്തിനായി ചെരുപ്പെടുത്തുകൊണ്ട് ഞാൻ വിജയം കൈവരിച്ചുവെന്ന് നിങ്ങളല്ലേ എഴുതിയത്? നിങ്ങൾ തന്നെ ആ ശൈഖ് സഈദ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പിന്റെ മാതൃക വരച്ചുകൊണ്ട് ഹബീബിനോടുള്ള പ്രണയം തെളിയിച്ച് സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക് കടന്ന മഹാനായ യൂസുഫ് നബ്ഹാനി തങ്ങൾ ചരിത്രം നമുക്ക് വിശാലമാണ്. എന്റെ കൂട്ടുകാരെ, നാം ഹബീബിനോടുള്ള പ്രണയം നമ്മുടെ ഖൽബിലേക്ക് ചേർത്ത് വെക്കണം കേട്ടോ.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ വിജയത്തിന്റെ നിദാനമെന്ന ഗ്രന്ഥം നിങ്ങളോട് ആ വിഷയം നിങ്ങളോട് മുന്നറിയിപ്പ് നൽകുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഖൽബിൽ ഹബീബിനോടുള്ള പ്രണയം ഉണ്ടാകണം. മഹാനായ അതാ ലോകത്തെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ സമ്മതിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.